വന്നപ്പോൾ തന്നെ അടിക്കുള്ള എല്ലാ സാധ്യതയും ബിഗ് ബോസ് അങ്ങ് ഇട്ടുകൊടുത്തു. ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് ലൈവില്. അതായത് ഈ മത്സരാർത്ഥികൾ ആദ്യം വന്നപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിരുന്നു. അതിൽ ജയിച്ചിരുന്നത് ഷാനവാസ്, ബിന്നി സെബാസ്റ്റ്യൻ, പിന്നെ മറ്റേ ആര്യനാണ്. ഈ മൂന്ന് പേർക്കും വെൽക്രോ ഒക്കെ കൊടുത്ത ഒരു ബാഡ്ജ് ഒക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതുപോലെ ഇരിക്കും ഈ സംഭവം. ഇത് തട്ടിപ്പറിക്കുന്നവർക്കായിരിക്കും അടുത്ത ചാൻസ് എന്ന രീതിയിലാണ് ഒരു ടാസ്ക്. പക്ഷെ ഈ ഒരു വെൽക്രോയ്ക്ക് വേണ്ടി അവിടെ അടിയും പിടിയുമാണ്. ഷാനവാസിന്റെ കയ്യിൽ ഓൾറെഡി അത് പോയി കഴിഞ്ഞു, അക്ബറിന്റെ കയ്യിൽ അത് എത്തിക്കഴിഞ്ഞു. പക്ഷെ പെണ്ണുങ്ങളുടെ ഇടയിലാണ് ഇത്. എന്തോടെ ചന്തയാ, ചന്തയിൽ പോലും ഇങ്ങനെ കാണില്ല. പ്രത്യേകിച്ച് അനുമോള ബിന്നി സെബാസ്റ്റിനെയൊക്കെ എടുത്ത് ചുരുട്ടി കളഞ്ഞു. പക്ഷെ കിട്ടിയില്ല. അനുമോൾ പിന്നീട് തട്ടിപ്പറിച്ചു. പിന്നെ അതിന് പോയി. അതിൽ ബിന്നിയുടെ കയ്യിൽ വാങ്ങാൻ തന്നെ ഒരുപാട് പേര് ശ്രമിക്കുകയായിരുന്നു. ആ മറ്റേ ബോംബെയിൽ വന്ന ആ പുള്ളിക്കാരി, പിന്നെ ആദില നോറയൊക്കെ ബിന്നി ഇങ്ങനെ ചവിട്ടി പിടിക്കുകയായിരുന്നു എന്നാണ് പറയാം. അമ്മാതിരി പെർഫോമൻസ് ആണ്. എന്തായാലും കൂട്ടയടിക്കുള്ള എല്ലാ സാധ്യതയും കാണും. ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും ഇതായിരിക്കും മെയിൻ, ഈ ഒരു ബാജ് തട്ടിപ്പറിക്കാൻ വേണ്ടി നോക്കുന്നതും. അങ്ങനെ ഷാനവാസിന്റെ കയ്യിൽ അക്ബർ തട്ടിപ്പറിച്ചതോടുകൂടി നമ്മളെ ചൊറിയൻ അനീഷ്, ഞാൻ അങ്ങനെ വിളിക്കും, ചൊറിയൻ അനീഷ് വേറെ തുടങ്ങിയിട്ടുണ്ട്. ഷാനവാസിനെ ചുമ്മാ പോയി ചൊറിയാണ്. അതായത് നീ ഒരു തോറ്റോടിയാണ്, ലൂസർ എന്നൊക്കെ പറഞ്ഞ് വലിയ ഇത്. ഷാനവാസിന്റെ കയ്യിൽ പിന്നെ എന്നാണ് വാങ്ങിച്ച് കിട്ടും തോന്നില്ല. മിക്കവാറും ഷാനവാസിന്റെ കയ്യിലിരിക്കുന്ന രണ്ടെണ്ണം വാങ്ങും. ഷാനവാസിന്റെ അല്ല, ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്ന രണ്ടെണ്ണം വാങ്ങും. ഇവ മനഃപൂർവ്വം അവിടെ സീൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു തരാണ് അനീഷ് എന്ന് പറയുന്നത്. പിന്നെ അനുമോളിന്റെ അടുത്ത് വന്നപ്പോ തന്നെ ചൊറിഞ്ഞു. ഓരോരുത്തന്മാരും വരുമ്പോ ഇവ അങ്ങോട്ട് പോവില്ല. അതായത് അവര് വന്ന് ഇവന്റെ അടുത്ത് കൈ കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇത്തവണ ആണുങ്ങളെക്കാളും കൂടുതൽ സ്ട്രോങ് പെണ്ണുങ്ങളാണ്. പിന്നെ നമ്മളെ രേണു സുധിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അക്ക വന്നപ്പോ തന്നെ സുധിയെ വിറ്റ് എങ്ങനെ കാശുണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ള പ്ലാനിങ് ഒക്കെ തുടങ്ങി. വീട്ടിൽ ഇറങ്ങിയപ്പം മുതൽ ഇതാണ്. അതായത് സുധി ഉപയോഗിച്ചിരുന്ന ആ ഒരു ട്രോളി ബാഗ്, പിന്നെ രണ്ടാമത് അവിടെ വന്നപ്പം സുധിച്ചേട്ടാ ഞാനിവിടെ എത്തി, ഓക്കെ സുധിയപ്പം എപ്പോഴും കൂടെ കാണും എന്നുള്ള രീതിയിലൊക്കെയാണ് രേണു അവിടെ കാണിക്കുന്നത്. നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മത്സരാർത്ഥികൾ വന്നിട്ടുള്ളതിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ആരായിരിക്കും മരവാഴ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ.